ബന്ധപ്പെട്ട ഒരു ഗെയിമാണെന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ ഫാൻ. ഇഫ് യു പ്ലാൻ വെൽ യു ക്യാൻ ഗെയിം. If you fail to plan, you plan to fail. എന്ന് എഴുതിയെടുക്കണം ആ വാചകം എന്ന് പറഞ്ഞ്. If you fail to plan, you plan to fail. പറഞ്ഞ്. If you fail to plan, പ്ലാൻ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ you plan to fail. തോൽക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? If you fail to plan, you plan to fail. Your planning is to fail. If you fail to plan, if you fail to plan, you plan to fail. അപ്പോൾ നിങ്ങളുടെ പ്ലാനിങ് ഭംഗിയായി. ഇനി ഞാൻ കൃത്യമായിട്ട് പറയണം. ഈ തീപ്പെട്ടി ലീഡർ ഒരു തീപ്പെട്ടിക്കുള്ളിൽ എടുത്ത് വെച്ച് കത്തിച്ച് അത് അടുത്ത ആളിലേക്ക് പോകാം. ആ തീപ്പെട്ടിക്കുള്ളിൽ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നവർക്കും ഏറ്റവും അവസാനം വരെ തീ കൊണ്ടുപോയവർക്കുമാണ് സമ്മാനം. കെട്ടുപോയാൽ വീണ്ടും കത്തിച്ചു കൊടുക്കാൻ ലീഡർക്ക് അവകാശമുണ്ട്. തീ ഒളി എടുക്കാൻ ഫുൾ തീപ്പെട്ടിയാണ്. ലീഡർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ലീഡർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ട് നോക്കിയോ, തീപ്പെട്ടിക്കുള്ളി എടുത്ത് കത്തിച്ച് ദീപം അടുത്തയാൾക്ക് കൊടുക്കും. അയാൾ അടുത്തയാൾക്ക് കൊടുക്കും. ചിലപ്പോൾ അതിനോട് തീർന്നു പോകും. അപ്പൊ അടുത്ത കത്തിക്കാൻ അവകാശമുണ്ട്. ഏറ്റവും കുറച്ച് തീപ്പെട്ടിക്കുള്ളി ഉപയോഗിക്കുന്നവർക്കും ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ആള് പ്രകാശം കൈവശം അവസാനം വരെ സൂക്ഷിക്കുന്ന ആളും ആ ഗ്രൂപ്പിന് ശേഷം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടൊന്നുമില്ല. എനി ഡൗട്ട്? ഓക്കെ, എല്ലാവർക്കും ഒരു അല്പം കൂടെ പുറകോട്ടിരിക്കാം. ഒരു കഴിക്കാനും വേണ്ട എങ്കിലും ന്യായമായ ലാഭം നിങ്ങളിവിടെ. ഞാൻ സ്റ്റാർട്ട് പറയാൻ പോവാണ്. അപ്പൊ ഏറ്റവും കുറച്ച് തീപ്പെട്ടികൾ ഉപയോഗിക്കുകയും ഏറ്റവും അവസാനത്തെ ആളുകളെ ദീപം വരികയും ചെയ്യുന്ന ആദ്യത്തെ ഫസ്റ്റ് ഇവിടെ 50 പോയിന്റ്, സെക്കൻഡ് 40 പോയിന്റ്, തേർഡ് 30 പോയിന്റ്, ഫോർത്ത് 20 പോയിന്റ്, ഫിഫ്ത്ത് 10 പോയിന്റ്. റൈറ്റ്, ഞാൻ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഉണ്ടായിരുന്നു. പിന്നെ ക്ഷമയോടെ കുറച്ച് ഇത് അത് ട്രിക്ക് പയ്യെ മനസ്സിലായത് ഇങ്ങനെ കൊണ്ടുപോലെ അത് ശരിയായി. അതെ, സാറ് പറഞ്ഞ പോലെ തീപ്പെട്ടി കൊണ്ട് ചതച്ചാലും ടീം ചതിക്കത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടെണ്ണമാണ് യൂസ് ചെയ്തത്. ആദ്യത്തേത് കൊണ്ടുപോയി അത് പോയി, പിന്നെ കെട്ടുപോയി. രണ്ടാമത്തേത് ഒന്നും കത്തുന്നില്ല. കത്തിച്ച് ഒരെണ്ണം കത്തി, ഒരാളും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. അപ്പോഴത്തേനും അത് കെട്ടുപോയായിരുന്നു. പിന്നെ കത്തിച്ചു. പിന്നെ ഇവിടുത്തെ എല്ലാവരും ചെക്ക് ചെയ്തു, എന്നിട്ടും കത്തി. അടിപതറാതെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. പിന്നെ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവാം. നമ്മൾ എത്രയായാലും ഫാക്ടറിയിൽ നിന്ന് പഠിക്കുക എവിടെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് വന്നിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ടീം വർക്ക് ലീഡർഷിപ്പിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നു ബോധ്യമാകുന്ന ഒരു ഗെയിമായിരുന്നോ ഇത് നമുക്ക് ലൈവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയതല്ല. അതുകൊണ്ട് നിർലോഭം, ഒരു പിശുവും ഇല്ലാതെ ചിരിക്കണം. വളരെ സിമ്പിളായിട്ട് സ്മൈലിംഗ് SMILEക്ക് നമ്മൾ നിങ്ങൾ ലീഡർഷിപ്പ് ആയാൽ പഠിക്കുന്നത്. ലീഡർ ആകാനുള്ള ഏറ്റവും നല്ല